കുട്ടിക്കൂട്ടങ്ങൾ അക്ഷരമുറ്റത്ത്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വേനലവധിക്ക് ശേഷം അക്ഷരമുറ്റത്തേക്ക് കുട്ടിക്കൂട്ടം എത്തുന്നു. 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്നത് 3 ലക്ഷത്തോളം കുരുന്നുകൾ. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ വീണ്ടും തീപിടുത്തം. ഒരു ബോഗി പൂർണ്ണമായും കത്തിനശിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിൽ തീ കണ്ടത് പുലർച്ചെ 1:30-ഓടെ. തീപിടുത്തമുണ്ടായത് എലത്തൂരിൽ തീവെപ്പുണ്ടായ അതേ ട്രെയിനിൽ. അട്ടിമറി സംശയിക്കുന്നതായി റെയിൽവേ അധികൃതർ. അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങൾ തേടി NIA. സംസ്ഥാനത്ത് ഇന്നു മുതൽ വൈദ്യുതി നിരക്ക് കൂടും. യൂണിറ്റിന് 19 പൈസ വർദ്ധിക്കും. ഉപഭോക്താക്കളിൽ നിന്നും അധികമായി ഈടാക്കുന്നത് ഇന്ധന സർചാർജ്. പുൽപ്പള്ളി ബാങ്ക് വായ്പാ തട്ടിപ്പിൽ KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാമിനെതിരെ കൂടുതൽ പരാതികൾ. വഞ്ചന, ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങൾ ചുമത്തി. എബ്രഹാമിനെ കോടതിയിൽ ഹാജരാക്കിയേക്കും. ഗുസ്തി താരങ്ങളുടെ തുടർ സമരം തീരുമാനിക്കാൻ ഗാപ് പഞ്ചായത്ത് ഇന്ന് ചേരും. രാജ്യവ്യാപക സമരത്തിന് കിസാൻ മോർച്ചയുടെ ആഹ്വാനം. 5 ദിവസത്തിനകം നടപടി ഉണ്ടായില്ലെങ്കിൽ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കുമെന്ന് താരങ്ങൾ. സെവിയ്യ യൂറോപ്പ ലീഗ് ജേതാക്കൾ റോമയെ തകർത്തത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. സെവിയ്യ യൂറോപ്പ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നത് 7-ാം തവണ.